ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. രേണുസുതി വീണ്ടും വിവാദ നായികയായിട്ട് പുള്ളിക്കാരത്തി വലിച്ചഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് തോന്നി, കാരണം പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ബിക്കോസ് അവരുടെ ഇന്റർവ്യൂ എടുത്ത ഒരു എളിയ ആങ്കർ എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കണമല്ലോ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നൊരു വിവാദം ഇച്ചിരി സീരിയസ് വിവാദമാണ്. മറ്റ് സൈബറോളുകൾ ഇരുന്ന് അവരെ തെറി പറയുന്ന പോലെ അല്ല. അതായത് ഏതോ ഒരുത്തി വന്നിട്ട് മരിച്ചുപോയ സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ വിവാഹം കഴിച്ച എന്നെയാണ്. രേണുസുതി പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ്. ഒഫീഷ്യലിയാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യലി തന്നെ ഏതോ ഒരു കോടതി കൊല്ലത്തുള്ള കോടതിയിൽ വെച്ച് ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മഹതി വന്നിരിക്കുന്നത്. പക്ഷെ മഹതിക്ക് മുഖമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഡബിങ് ആർട്ടിസ്റ്റ് ആണോ എനിക്ക് അറിഞ്ഞില്ല. ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, ബിക്കോസ് മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരേ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ സുധിയുടെ ഭാര്യയായ രേണുസുതിയും ജീവിച്ചിരുന്നപ്പോൾ സുധി ചേട്ടൻ പരിചയപ്പെടുത്തിയത് രേണുസുതിയാണ് അതിന്റെ വൈഫായിട്ട്. അവര് കോമഡി ഫ്ലവേഴ്സിന്റെ ഒക്കെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അതെല്ലാം അന്ന് അവർ പറഞ്ഞിരുന്നൊക്കെ പച്ചക്കള്ളങ്ങളാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഘോരം അവർ ആ വീഡിയോയിൽ ഘനഗംഭീര സ്വരത്തിൽ പറയുന്നത്. പക്ഷെ അതിനെതിരെ രേണുസുതി പ്രതികരിച്ചിട്ടുണ്ട്. രേണുസുതി അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും അഫിഡാവിറ്റുകളും അവരുടെ ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം ഒഫീഷ്യലി വിവാഹം കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ രേണുസുതിയുടെ ഒരു ഗതികേടെ. എന്തിനാണ് രേണു താനിങ്ങനെ വിഷമിക്കുന്നത്? നിയമത്തിനറിയാം താൻ ഒഫീഷ്യലി തന്നെയാണ് സുധി വിവാഹം കഴിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പോലെ വേറെ ആരെയും ഈ ലോകത്ത് തനിക്ക് ബോധ്യപ്പെടുത്തണ്ട, തന്റെ മക്കൾക്കും അറിയാം. സോ ഈ മുഖമില്ലാതെ വന്നവൾ അവളുടെ മുഖം കാണിക്കട്ടെ, അവൾ മുഖം കാണിച്ചിട്ട് അവൾ സംസാരിക്കട്ടെ, അവൾ പറയൂ, അവളുടെ തെളിവുകളുമായിട്ട് അവൾ മുന്നിൽ വരൂ. അല്ലാതെ ചുമ്മാ ഏതെങ്കിലും ഒരു ചാനലിൽ കയറിയിരുന്നുകൊണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന രേണുസുതിയെ ഇങ്ങനെ ഹരാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സൈബറോളുകൾ പിന്നെ പോട്ടെ, അവന്മാർക്ക് ഞരമ്പ് പൊട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുന്നത്. കാരണം രേണുസുതി എന്ത് ചെയ്താലും അതിന്റെ പുറകിൽ ചെന്ന് കടന്ന് വൃത്തികേടുകൾ പറയുക എന്നുള്ളത് ഒരു സ്ഥിരമാക്കി. ഇപ്പൊ രേണുസുതി അന്തസ്സായിട്ട് നല്ല അന്തസ്സുള്ള ഓൺലൈൻ ചാനലിരുന്നത് അന്തസ്സുള്ള ആങ്കറുമായിട്ടിരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് പോലും ഇനി അവരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര മേറിൽ കയറിയത്. സോ അതുകൊണ്ടും എന്നിട്ട് പറയുമ്പോൾ ഞാൻ ചോദിച്ച രീതി ശരിയായില്ല, എന്റെ മുഖഭാവം ശരിയായില്ല എന്നൊക്കെയാണ് അണ്ണന്മാരിരുന്ന് പറയുന്നത്. പക്ഷെ അണ്ണന്മാര് ചോദിച്ച കമന്റുകളിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒന്നുപോലും വിടാതെ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും അണ്ണന്മാർക്ക് പറയാനില്ല. അണ്ണന്മാർ പറയുന്ന മുഴുവനും എന്റെ മുഖഭാവം ശരിയല്ല, അവളുടെ അഹങ്കാരിയുടെ ഭാവം കുറച്ചുകൂടെ ക്യൂട്ട്നെസ് മെഴുകി ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ തെറി പറയില്ലായിരുന്നു. നീയൊക്കെ തെറി പറഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്, രേണുസുതിയോടാണ് എനിക്ക് പറയാനുള്ളത്. രേണുസുതി, താങ്കൾ ഇങ്ങനെ ഇവളുമാരെ പോലെയുള്ള മുഖമില്ലാത്ത ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്, നല്ല അന്തസ്സായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു, ഓരോ പ്രോഗ്രാംസും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അസൂയ മൂത്തിട്ട് പണ്ടാരം അടങ്ങി പ്രാന്തായിട്ട് അങ്ങാണ്ടാണ് ഈ പെണ്ണുമ്പുള്ള ഇപ്പോൾ വിവാദങ്ങളുമായിട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സുധിയും രേണുവും അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യയായിട്ട് പരിചയപ്പെടുത്തിയത് രേണുസുതിയാണ്. രേണുസുതിയും മക്കളും സുധി ചേട്ടനും ഒരുമിച്ച് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, നാട്ടുകാർ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുപോലും അതിൽ സുധിച്ചേട്ടൻ പറയുന്ന 95% കാര്യങ്ങളും കള്ളങ്ങളാണെന്നാണ് ഈ പറയുന്ന പെണ്ണുമ്പിള്ള പറയുന്നത്. സോ ആയിക്കോട്ടെ, കള്ളങ്ങളായിരുന്നെങ്കിൽ അന്ന് ഇവരെന്തായിരുന്നു, ഇവർക്ക് അമ്ലീഷ്യമായിരുന്നു, ഇവർ ചത്ത് കിടക്കുമായിരുന്നു. ഇപ്പൊ ഇവന്റെ മറ്റേ കുഴി തോണ്ടി പുറത്തു വന്നതാണ് ഈ പെണ്ണുമ്പിള്ള. ഹേ സ്ത്രീയെ, നിങ്ങൾക്ക് നാണമില്ലേ? ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചു, അയാള് മിമിക്രി ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, സിനിമാ നടനായിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് അവർ ജീവിക്കുന്നു. അവർ വൈറലായിരിക്കുന്ന അവരുടെ ഭാഗ്യം. ഇപ്പൊ അവർ വൈറലായതുകൊണ്ടാണ് അവർക്ക് വർക്കുകൾ കൂടുതൽ കിട്ടുകയും ഇപ്പൊ ഓൺലൈൻ ചാനൽ മത്സരിക്കുകയാണ് അവരുടെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിട്ടിട്ടാണ് ഈ ട്രോൾ ചാനലുകാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? രേണുസുതിയെ ഇപ്പൊ കട്ട് ചെയ്തിട്ടാണ് ട്രോളന്മാർ പോലും ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ചാനൽ പൂട്ടുന്ന അവസ്ഥയാണ്. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ടീംസ് എന്താ ചെയ്യുന്നത്? അവരും രേണുസുതിയെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ 2-3 ദിവസത്തേക്കുള്ള ഒരു കാര്യമായി. ആദ്യം രേണുസുതിയുടെ പറയുന്ന ഭർത്താവിന്റെ, അതായത് സുധിയുടെ രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്ന ഭാര്യ രംഗത്തെന്നും പറഞ്ഞ് ടാഗ് ലൈൻ ഇട്ട് വരുന്നു. അതിനുശേഷം രേണുസുതിയുടെ മുൻ ഭർത്താവ് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ടാഗ് ലൈൻ ഇടുന്നു. എന്തൊക്കെയാ കേൾക്കേണ്ടതല്ലേ? എനിക്ക് രേണുസുതിയുടെ ഒന്നേ പറയാനുള്ളൂ, ഇവന്മാർക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. നിയമത്താൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമത്താലാണ് താങ്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത്, അത് അവിടെ തന്നെ ഉണ്ടാവും. ആർക്കും അത് മായ്ക്കാൻ സാധിക്കത്തില്ല. പിന്നെ മുഖമില്ലാത്തവരും ശബ്ദമില്ലാത്തവരും ഐഡന്റിറ്റി ഇല്ലാത്തവരും പല വൃത്തികേടുകളും തന്റെ ഇവിടെ വന്ന് കിടന്ന് ഇന്ന് മെഴുകും. അത് അവർക്ക് വെറും റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ രേണുസുതി ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന അവരുടെ അഫിഡാവിറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ച, അതായത് സുധിയുമായിട്ടുള്ള വിവാഹത്തിന്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് കാണിച്ച ഇന്റർവ്യൂ ചാനൽ വന്നിരുന്ന അവർ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ അക്കൗണ്ടിൽ ഇത്രയാണ് ബാലൻസ് എന്ന് പറയുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം ആണ് ഒരാള് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു സിംഗിൾ പാരന്റ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അവർ 2 കുട്ടികളെ നോക്കാനുണ്ട്, മോനെ നോക്കണം, ഇളയ കുട്ടിയെ നോക്കണം.
സോ അവരെന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഇതിലൂടെ അടുപ്പിക്കണം. അതുപോലെ അവർക്ക് ജീവിക്കണ്ടേ, കഴിക്കണ്ടേ, അവർക്ക് കുടിക്കണ്ടേ, കിടക്കണ്ടേ. ഒരു വീട് മാത്രം കിട്ടിയത് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. രേണുസുതി ഇന്റർവ്യൂ നമ്മുടെ കൂടെ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മാർഗങ്ങൾ തിരക്കി, ഒരുപാട് ജോലികൾക്ക് പോയി. അപ്പോഴും റീസൺ പറഞ്ഞത് നിങ്ങളൊരു അഭിനേത്രിയാണ്, നിങ്ങളൊരു നാടകക്കാരിയാണ്, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലീവ് ഒന്നും അങ്ങനെ എപ്പോഴും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ രേണുസുതി സ്വന്തമായിട്ട് അവരുടെ കഴിവ് വെച്ച് അവർ മുന്നോട്ട് പോകുന്നു. അവരുടെ ഭാഗ്യത്തിനോ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ ഈ പറയുന്ന ആൽബങ്ങളെല്ലാം ഹിറ്റടിക്കുന്നു, മില്യൺസ് അടിച്ചു പോകുന്നു. അത് എന്ത് ചെയ്താലും അങ്ങനെ, അത് ഇന്റർവ്യൂ ആയാലും അവരുടെ ഷോർട്ട് ഫിലിം ആയാലും ആൽബംസ് ആയാലും എന്തും ഹിറ്റടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ അവർ ജീവിച്ചു പൊയ്ക്കോട്ടെ. എന്തിനാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ? അല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ സ്ത്രീയെ, ഈ പറയപ്പെടുന്ന മുഖമില്ലാത്ത സ്ത്രീയെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവുകളായിട്ട് മുന്നോട്ട് വരും. എന്തുകൊണ്ട് സുധി ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഇത് ചെയ്തില്ല? നിങ്ങൾ തന്നെ പറയുന്നു സുധി അന്ന് ഈ പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജീവിച്ച സമയത്ത് നിങ്ങളുടെ ചെലവിലാണ് കഴിഞ്ഞത്, നിങ്ങളാണ് ഒരു ചായ മേടിക്കാനുള്ള കാശ് കൊടുത്തത്, നിങ്ങളാണ് ഷെൽട്ടർ കൊടുത്തതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ല. അന്നും ഇയാൾക്ക് രേണുവായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ ഭാര്യ പിണങ്ങിപ്പോയത്. നിങ്ങൾ രണ്ടാമത് വന്ന് കാമുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വിഷയമില്ലേ? രേണുസുതി കാമുകളുമായിട്ട് സല്ലാപിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലേ? അപ്പൊ നിങ്ങളുടെ സ്വഭാവം എന്താണ്? നിങ്ങളുടെ കൾച്ചർ എന്താണ്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സായിട്ട് ഈ പറയുന്ന തെളിവുകൾ കൊണ്ടുവരിക. പിന്നെ സുധി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂമിയിലില്ല, അദ്ദേഹം മരിച്ചുപോയി. ആ മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല. പക്ഷേ ഇനി അദ്ദേഹത്തെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക്. അപ്പൊ അന്ന് നിങ്ങൾ ഇതൊന്നും വന്ന് പറയാതെ ഇപ്പോൾ നിങ്ങൾ ഇത് പറയുന്നതിന് കാരണം രേണുസുധിയുടെ കഞ്ഞുകൂടി മുട്ടിക്കണം, അവരെ മാക്സിമം നാറ്റിക്കണം. അവരെ നാറത്തൊന്നുമില്ല. അവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷീസ് എ വെരി, ഈ കല്ലേ കാറ്റ് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, കല്ലിനൊന്നും സംഭവിക്കില്ല. അതുപോലത്തെ സ്വഭാവക്കാരിയാണ്. അവരെ ആർക്കും പിന്തിരിപ്പിക്കാനൊന്നും പറ്റില്ല. അത് കണ്ടറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ, രേണുസുധി ഒരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വെറും പാവം. അല്ലെങ്കിൽ അവർ ഡിഫമേഷൻ കേസ് നിങ്ങൾക്കെതിരെ ഇപ്പൊ കേസ് കൊടുക്കാം, നിങ്ങളുടെ വീട്ടിൽ പോലീസ് വരും. അതൊന്നും അവർ ചെയ്യുന്നില്ല. അവർ വെറും ഒരു പാവ സ്ത്രീയാണ്. ദേവിത് അവരെ വെറുതെ വിടൂ. നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കൂ, ഇപ്പൊ പറഞ്ഞ ചാനൽ വന്നിരുന്ന അവരുടെ പെർമിഷനോടുകൂടി എന്ത് വേണമെങ്കിലും കാണിക്കൂ. അതല്ലാതെ ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും സത്യം ഒരു കാലത്ത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ മൂപ്പൻസ് വ്ലോഗ്, അദ്ദേഹം സൂപ്പറാ കേട്ടോ. അങ്ങേരോട് എനിക്ക് കുറെ കൂടെ ബഹുമാനം തോന്നുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ രേണുസുധിയെ കുറിച്ച് ഞാൻ കണ്ടിരുന്നു. വളരെ സൂപ്പറായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. ഇതൊക്കെ കണ്ടുപഠിക്കുന്ന കുറെ ഊളകളുണ്ട്, റിയാക്ഷൻ ഓളികളുണ്ട്. അവന്മാർ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കും കേട്ടോ. മൂപ്പൻസിന്റെ വീഡിയോസിന്റെ ക്വാളിറ്റി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു മൂപ്പൻസ് ടു. ഓക്കെ, ഇത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.